ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കയറിയ ഒരു ബോട്ടിംഗ് യാത്രയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ ഫ്രണ്ടൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഇതാണ് നമ്മൾ കയറിയ ബോട്ട്. 2 ഫ്ലോറായിട്ടാണുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബോട്ട് കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് ബോട്ടിൽ കയറുന്നത് കേട്ടോ. ഞാൻ മുന്നേ നാട്ടിൽ നിന്ന് ആലപ്പുഴ ഹൗസ് ബോട്ട് അങ്ങനത്തേലൊക്കെ കയറിയിട്ടുള്ളൂ, പിന്നെ ചെറിയ സ്പീഡ് ബോട്ട് അങ്ങനെയല്ലേ കയറിയിട്ടുള്ളൂ. ഇത്ര ഭംഗിയുള്ള ബോട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്. അപ്പോൾ മുകളിലത്തെ വ്യൂ നല്ല രസമുണ്ട്. മുകളിലാണ് ഏറ്റവും വൈബുള്ളത്. ഇവർ സോങ് വെച്ചിട്ടും അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് മുകളിലാണ് കുറച്ചും കൂടെ ഭംഗി ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വ്യൂ ഒക്കെ അടിപൊളിയാണ്. ദുബായ് സെൻറ്റർ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ദുബായിത്തെ എല്ലാ ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് വേറെയും ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവർ ഈ ഒരു എമൗണ്ടിൽ തന്നെ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുഡും അതുപോലെ തന്നെ ഡാൻസും. ബോട്ട് കയറി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ അവർ നമ്മളോട് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സാലഡ്സിൽ തന്നെ ഒരു 4 ഐറ്റംസ്, സ്വീറ്റ്സിലാണെങ്കിലും 3 ഐറ്റംസ്, ഫ്രൂട്ട്സിലാണെങ്കിലും 3 ഐറ്റംസ്, റൈസ് ആണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ പാസ്താസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റും ഉണ്ട്. ഫുഡ് എല്ലാവർക്കും ഒരു കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റിലാണ് അവർ ഉണ്ടാക്കിയത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ പോയി പിന്നെയും നമ്മൾ വൈബാക്കി. കുറച്ച് കഴിഞ്ഞ് പിന്നെ അവർ താഴേക്ക് വരാൻ പറയും, ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഏകദേശം നമ്മൾ എൻ്റെ എത്താനാവണതിൻ്റെ മുന്നായിട്ട് അവർ വിളിക്കുക. പിന്നെ നേരെ താഴെ തന്നെ ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് എൻ്റെ ഓൺ വോയിസ് ആയിട്ട് ഇടുന്നില്ല, ഞാനിങ്ങനെ വീഡിയോസായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ബോട്ടിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് ഒരു ബ്ലാക്ക് ടീ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബ്ലാക്ക് ടീ പിന്നെ എടുക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. പ്രതീക്ഷിക്കാതാണ് കേട്ടോ നിസ്കാൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇവർ ഡാൻസ് കളിപ്പിക്കുന്നത്. നല്ല രസമായിരുന്നു നേരിട്ട് കാണാൻ. കാരണം പ്രതീക്ഷിക്കാതെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണല്ലോ അവർ. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു ബോട്ടിംഗ് യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഇറങ്ങുന്ന വീഡിയോസ് ഞാൻ എടുത്തത് നിങ്ങൾ ആ ഒരു സൈഡൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അൽസീഫിലാണ് ഈ ഒരു ബോട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ റൂമിലേക്ക് നടക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ വരുമ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കണം എന്ന് വിചാരിച്ച് വന്ന് പെട്ടെന്നാണ് നമ്മൾ ബോട്ടിൽ കയറണം എന്നുള്ള ആ ഒരു പ്ലാനിങ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാതെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഫുഡ് എന്തൊക്കെ ഉണ്ടെന്നൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മൾ ഐസിഎഫ് വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ ചാനലൊക്കെ കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.